ഗൈസ്, അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഹരിപ്പാട് നിന്ന് വീണ്ടും ഒരു ലോങ് ട്രെയിൻ ജേണിയിലേക്ക് പോവുകയാണ്. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോട്ടാണ്. കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തു നിന്ന് അങ്ങേയറ്റത്തേക്ക്. ഇങ്ങേയറ്റം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരമാണ്. എന്തായാലും ഞങ്ങൾ ഇച്ചിരി മുമ്പോട്ട് മാറി ഹരിപ്പാട് നിന്ന് കാസർഗോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോഗ്രാമിനാണ് ഞാൻ പോകുന്നത്. ഈ ലോങ് ജേണിയൊക്കെ നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുൾ ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. രാവിലെ ആയിരുന്നു ട്രെയിന്. 5:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തേച്ചൊട്ടിച്ച് പിന്നെയാണ് പോയത്. അങ്ങനെ ഞാൻ, കേശേട്ടൻ, ചിപ്പി ചേച്ചി, രാശങ്കൾ, പിന്നീട് വിഷ്ണുപ്രിയ ചേച്ചി, കാത്തു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിഷ്ണു ചേച്ചി ഇങ്ങനെ ട്വിന്നിങ് ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ടോപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് വേറെ 2 പേരും കൂടെ കയറ്റാനുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അരുൺ ചേട്ടനും അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സൗന്യം കൂടെ കയറ്റാനുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അരുൺചേട്ടനെയും വണ്ടിക്കകത്ത് പിടിച്ച് കയറ്റി. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ചെറിയ ഗെയിമിംഗ് സെഷൻ വെച്ചിരുന്നു. എന്താണെന്നുള്ളത് നിങ്ങളും പോയി കേട്ടിട്ട് പോയി. നമുക്കൊരു കളി കളിക്കാം. അരിച്ചേട്ടൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കാം. എന്തൊക്കെയുണ്ട്? അതെന്തത്? ചാർജർ, വള്ളി, പാസ്പോർട്ട്, സെന്റ്, ഇത് വിഷ്ണു സഹസ്രനാമം. ഭജനയ്ക്ക് പോവാന്നുള്ള തെളിയിക്കാനാണ്. ഗുളിക, അതല്ലേ ജാങ്കോ പെട്ട്. അയ്യോ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭജനയ്ക്ക് പോവാന്ന് തെളിയിക്കാനാട്ടോ. സഹസ്രനാമൊക്കെ കൊണ്ടെടുക്കും. അയ്യോ, ഒരു 50 രൂപയുടെ ഗതികേട് നോക്കാണ്. ചീട്ട് മാവേലി സ്റ്റോറി മേടിച്ച്. അരുൺ ചേട്ടന്റെ ബാഗിന് അത് കിട്ടത്തില്ല. ഇവിടെ ഈ 50 രൂപ കൊണ്ട് ബാങ്കിൽ മാറ്റിയാൽ മതി. ഇത് ഇത്രയും പറക്കിയത് ഹാൻഡ് ബാഗിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് സങ്കടം. പാവം. ഇല്ല, ഞങ്ങള് കൊണ്ടാക്കി. ഒരു ശരാശരി മലയാളിയുടെ പേഴ്സ് തപ്പൽ കിട്ടുന്ന സാധനം. അവിടുന്ന് വെട്ടൊഴിക്കും. സ്പ്രേയോടുള്ള വരുന്നത്. അതെ, കാത്തുവാ. ശരി. ദാണ്ടേ സംശയാലു. സൗവർണികോ. അങ്ങനെ ഞങ്ങൾ ഗെയിമൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ നിന്ന് സൗവർണികയൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് ആലുവ മണപ്പുറം കാണാൻ വേണ്ടിയിട്ടുള്ള പുറത്തേക്കുള്ള എത്തിനോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇതേണക്കുള്ള മനോഹരമായ
കുറേ കഡ്ഡുകളും മലകളും എല്ലാം കണ്ടു. പിന്നെ ഭാരതപ്പുഴ, അങ്ങനെ സ്ഥിരം ഈ ഒരു റൂട്ടിൽ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന എല്ലാവിധമായ കാര്യങ്ങളും അത്യാവശ്യം കണ്ടു. പിന്നെ എല്ലാം കൂടെ എടുത്ത് വെച്ച് വീഡിയോ ആക്കി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. കാര്യം ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്രയൊക്കെ നല്ല രീതിയിൽ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. കാര്യം അത്രയ്ക്ക് വലിയ കഴിവുകളൊന്നുമില്ല. അപ്പം എനിക്ക് ഞാൻ കണ്ടതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ക് യാത്ര ചെയ്യാത്തവർക്കെല്ലാം അത് കാണാം, അവർക്ക് യാത്ര ചെയ്യാൻ തോന്നാം. ഇങ്ങനെ ഒരുപാട് ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് സാധനം. അപ്പം നല്ല മനോഹരമായ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുന്ന ഒരു ശരാശരി മലയാളി വ്യക്തിയാണ്. മലയാളിയാണ് ഞാനും. അപ്പം അതേപോലെ തന്നെ ഇത് കണക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആർക്കെങ്കിലുമൊക്കെ എന്നെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒരു ഉപകാരപ്പെട്ടാലോ. അതുമാത്രമല്ല എനിക്ക് നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത് കണക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു കാലത്ത് നമ്മളിതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ മെമ്മറീസ് എല്ലാം റീകോൾ ചെയ്യാൻ പറ്റും. വളരെയധികം പെട്ടെന്ന് നമ്മളിലേക്ക് ആ ഓർമ്മകൾ ഓടിയെത്തും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥലം, നമ്മൾ പണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പിന്നീട് പോകുമ്പോൾ നമ്മൾ അന്ന് പോയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തത്തില്ലേ. അത്രയേ ഉള്ളൂ ഇത്. അങ്ങനെ നീണ്ട ഒരു 10 മണിക്കൂർ അടുപ്പിച്ചുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ട്രെയിനിൽ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നോക്കിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആരാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വരിക എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ പുറത്ത് വണ്ടി വന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഞങ്ങൾ പിന്നെ പാടാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബാഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇൻസ്ട്രുമെൻ്റുള്ള ചേട്ടന്മാർ മാത്രമാണ് പെട്ടുപോയത്. കാര്യം അവർക്ക് അവരുടെ ലഗേജ് പിന്നെ ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ടൊരു 3 കാറായിരുന്നു വന്നത്. അങ്ങനെ 3 കാറിലായിട്ട് ഞങ്ങൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ യാത്ര തിരിച്ചു. അവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, ഒരു അരമണിക്കൂർ അടുപ്പിച്ചുള്ള ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദൂരമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയും നമ്മൾ ഈ പ്രോഗ്രാമിന് പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു, കാഞ്ഞങ്ങാട് നിന്ന് ഉള്ളിലോട്ട് പോകണം, കാവേരി പോകുന്ന വഴി അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. വണ്ടി ഓടിച്ച ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് സംഗമയം. എവിടെ നോക്കിയാലും കാവിക്കൊടികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുളമാണ് കേട്ടോ. റീലിലും കാര്യങ്ങളും മാത്രമേ നമ്മൾ ഈ കുളമൊക്കെ കണ്ടിട്ടുള്ളെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ വന്നു, നമുക്ക് ആഹാരമൊക്കെ കഴിച്ച് പിന്നെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് വന്ന് പ്രോഗ്രാമിനിരുന്നു. അത്യാവശ്യം നല്ല ആളും പേരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാത്രി വന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ നല്ല മഴയായിരുന്നു. മഴയും കാര്യങ്ങളും ഒക്കെ കണ്ട് തിരിച്ച് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാടിനോട് യാത്ര പറഞ്ഞു. ഞങ്ങളുടെ ട്രെയിൻ വന്നു, നമ്മൾ കയറി. അങ്ങനെ ആ ഒരു പ്രോഗ്രാം, ആ ഒരു യാത്ര അവിടെ അവസാനിക്കുകയാണ്. തിരിച്ചുള്ള യാത്രയാണ് ഇനി ബാക്കി കാര്യങ്ങൾ. തിരിച്ചു വരുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള സീറ്റും കാര്യങ്ങളുമൊക്കെ, എന്നാലും അങ്ങോട്ട് പോയതിൻ്റെ അത്രയും നമുക്ക് ബോറും കാര്യങ്ങളൊന്നും അടിച്ചില്ല. ക്ഷീണം കാരണം നല്ല രീതിയിൽ ഇടയ്ക്കൊക്കെ ഉറക്കമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സമയം പോയതും തീരെ അറിഞ്ഞതുമില്ല. അങ്ങനെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് കഴിക്കാനുള്ളതെല്ലാം കൃത്യമായ ഇടവേളകളിൽ നമ്മൾക്ക് കേശുചേട്ടൻ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷവതികളായിട്ട് ഇങ്ങനെ യാത്രയൊക്കെ കണ്ട് ലാലാലൊക്കെ പാടി ഇങ്ങനെ പോകും. അങ്ങനെ വരുന്ന വഴിക്ക് ഇതാണ് ട്രെയിനകത്തൊരു പാട്ട് വന്നു കേട്ടോ. ആ പാട്ട് പാടുന്നൊരു ചേച്ചിയും ചേട്ടനും കൂടെ വന്നു. എന്നാൽ നിങ്ങളും അത് കേട്ടിട്ടോ.
പാട്ടൊക്കെ കേട്ട് സമയം പോയതാണെന്നില്ല. സൗവിന് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി, അതായത് തൃശ്ശൂരെത്തി. എത്ര പെട്ടെന്നാണ് തൃശ്ശൂർ വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തൃശ്ശൂർ വന്നപ്പോഴത്തേന് സൗവ് ഇറങ്ങി. സൗവിന് പിന്നെ ടാറ്റയൊക്കെ പറച്ചിലായി ഞങ്ങളുടെ കാര്യങ്ങൾ. അങ്ങനെ സൗവ് പോയ വിഷമത്തിൽ പിന്നീടുള്ള യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. വിഷമം എന്താ, അവൾ പോയി പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സൗവിന് ടാറ്റ ഒക്കെ പറഞ്ഞ് സൗവിനെ തിരിച്ച് എങ്ങോട്ടാ കോളേജിലോട്ടൊക്കെ പറഞ്ഞിട്ട് അവൾ ഞങ്ങൾക്ക് നന്ദിയൊക്കെ പറഞ്ഞ് സ്മരണാർത്ഥം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ടാറ്റ പറയുന്ന കൂട്ടത്തിൽ ആരുടെയോ കയ്യിൽ നിന്ന് തട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കൊച്ചുപാവം പോയത്. അങ്ങനെ ഞങ്ങൾ സൗവിനെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് ഞങ്ങളുടെ യാത്ര പുനരാരംഭിച്ചു. അപ്പോൾ ഇതാ വീണ്ടും ഒരു ചേച്ചി. ആ ചേച്ചിയുടെ പാട്ടും കൂടെ നിങ്ങൾ കേട്ടിട്ടോ. ഇനി എത്രത്തോളം ഇതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുള്ള കാര്യം. വോയിസിന് നല്ല ഡിസ്റ്റർബൻസ് വേണം, എന്നാലും മാക്സിമം. അപ്പോൾ ഈ ചേച്ചിയുടെ പാട്ടോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറ്റാം.